KCS മണിയും ഇടതുപക്ഷ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ ആലപ്പുഴയിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് ചരിത്രം എഴുതുന്ന ആളുകൾ അവർക്ക് അനുകൂലമായ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പലപ്പോഴും ചരിത്രം എഴുതിയിട്ടുള്ളത്. ചരിത്ര സംഭവങ്ങൾക്കും നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കുമെല്ലാം നേതൃത്വം കൊടുത്ത KCS മണിക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാൻ നമ്മുടെ ചരിത്രകാരന്മാർ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇന്ന് നമുക്കറിയാം, ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 2014 എന്ന മട്ടിലാണ് BJPയും മോഡിയും പ്രവർത്തിക്കുന്നത്. 2014 മോഡി ഗവൺമെന്റ് വന്നതോടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും ഇന്ത്യക്ക് നേട്ടമുണ്ടായതും എന്ന രീതിയിലാണ് രാജ്യത്ത് പ്രചരണം നടക്കുന്നത്. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരം നടന്നതിനെ പറ്റി പരാമർശമില്ല. അതിനുവേണ്ടി പോരാടിയ ഗാന്ധിയും നെഹ്റുവിനെയും ഒക്കെ ഉയർത്തിക്കാട്ടുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെ ആവേശമായിരുന്നു. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പുരോഗമന ആശയക്കാർ സ്വാഗതം ചെയ്ത ഒരു നേതാവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആ നെഹ്റുവിന്റെ സംഭാവനകളെ ഉയർത്തിക്കാട്ടുന്നു. ഗാന്ധിജി പഴഞ്ചനാണെന്നും ഗാന്ധിജി ബൂർഷോയാണെന്നും പറഞ്ഞിട്ടുള്ള പ്രചരണം മറുഭാഗത്ത് നടക്കുന്നു. ഗാന്ധിജിയേക്കാൾ മഹാൻ VD സവർക്കറാണെന്നും ഗാന്ധിജിയേക്കാൾ മഹാൻ നാഥുറാം ഗോഡ്സെ ആണെന്നും പറയുന്നവരുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. തിരുവിതാംകൂറിൽ ദിവാൻ ഭരണത്തിന് അന്ത്യം കുറിച്ച് വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കിയ ധീര യോദ്ധാവായിരുന്നു അമ്പലപ്പുഴ KCS മണി എന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. വലിയൊരു ആശയത്തിനും മാറ്റത്തിനും വേണ്ടി പടപൊരുതിയ KCS മണിയെ ചരിത്രം വിസ്മരിച്ചു കളഞ്ഞതായും ചെന്നിത്തല പറഞ്ഞു. ആലപ്പുഴ രാമവർമ്മ സെന്റിനറി ഹാളിൽ സംഘടിപ്പിച്ച KCS മണിയും ഇടതുപക്ഷ രാഷ്ട്രീയവും എന്ന വിഷയത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. ചരിത്രങ്ങളെ തമസ്കരിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ രംഗത്തെ വർഗീയതയ്ക്കെതിരെ മതേതര പാർട്ടികൾ ഒന്നിച്ചു നിൽക്കണം. തീവ്ര വലതുപക്ഷ അനുഭാവികൾ ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് BJPയുടെ വോട്ടും സീറ്റുകളും കുറയ്ക്കുവാൻ കഴിഞ്ഞത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പുനർചിന്തനം ആവശ്യമാണ്. കേരളത്തിൽ പലർക്കും ഇടതുപക്ഷ രാഷ്ട്രീയം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഉള്ളതെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. മുൻ പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ദിവാനെ തുരത്തുവാൻ വേണ്ടി RSPയുടെ പിന്തുണയോടെ മണി നടത്തിയ ആ സംഭവം ചരിത്രലിപികളിൽ എഴുതപ്പെടുമെന്നും സുധാകരൻ പറഞ്ഞു. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിലേക്കാണ് RSP അറിയപ്പെടുന്നത്. സത്യങ്ങൾ വിളിച്ചു പറയുകയും അഴിമതിക്കെതിരെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ പാർട്ടി വിരുദ്ധനായി കാണുന്നത് മാധ്യമങ്ങളാണെന്നും സുധാകരൻ പറഞ്ഞു. പാർട്ടിയെ പറ്റി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് പാർട്ടിക്കാരി, അത് അറിയാൻ വയ്യാത്തവൻ പാർട്ടിക്കാരി അല്ല പറയുന്നത്. അവർ പാർട്ടിയാണ്, അവർ തെറ്റില്ല. അതിനുള്ള വസ്തുത ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇവിടെ കൂടുതൽ പ്രത്യയശാസ്ത്രമൊക്കെ ഇഷ്ടവും പറയും. എത്ര പേര് പറയും? ആർക്ക് വേണം പ്രത്യയശാസ്ത്രം? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിക്കുന്ന നല്ല ഏകാധിപത്യമാണ്. ഇത് പൊതുവെ ബൂർഷാസി പറയുന്നുണ്ട്. ബൂർഷാസി എന്നുള്ള പദം എത്ര പേർക്കറിയാം? എത്ര പേർക്കറിയാം? അതിൻ്റെ അർത്ഥം എന്താ? ആ പദം എങ്ങനെയുണ്ടായി? അതിൻ്റെ ഓരോ പരിവർത്തന കാലഘട്ടത്തിലെ അർത്ഥം എന്തായിരുന്നു? ഇപ്പോഴത്തെ അർത്ഥം എന്തായിരുന്നു? മാനിഫെസ്റ്റോ എഴുതുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? 1948 മാനിഫെസ്റ്റോ. അന്ന് ബൂർഷാസി ഒരു പുരോഗമന വർഗമാണ്. മാർക്സ് എഴുതി വെച്ചിട്ടുണ്ട് ആ മാനിഫെസ്റ്റോ. ബൂർഷാസി ആദ്യം ഒരു പുരോഗമന വർഗമായി, വിപ്ലവ വർഗമായിരുന്നു അവർ. ഫ്രഞ്ച് വിപ്ലവം നടത്തിയത് ബൂർഷാസിയാണ്. ആർക്കെതിരെ? രാജാവിനും പ്രഭുവിനും ചൂടപ്പും. അമേരിക്കൻ വിപ്ലവം നടത്തിയത് ബൂർഷാസിയാണ്. അന്ന് ബൂർഷാസി ജനാധിപത്യവാദിയായിരുന്നു. കാരണം അവർ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ചവിട്ടി അരയ്ക്കപ്പെട്ട ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും പ്രാഗൽഭ്യമുള്ള കൈവേലക്കാരും അങ്ങനെയുള്ളവരായി. പിന്നെ അവരുടെ കയ്യിലേക്ക് അധികാരം കൈമാറുന്നതോടുകൂടി അവർ പിന്തിരിപ്പനായി മാറി. അതുകൊണ്ട് എങ്ങനെ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും നമ്മൾ പരാജയപ്പെടുത്തിയോ അതുപോലെ അന്ന് നമ്മൾ ബൂർഷാസിയുമായി കൈകോർത്ത് പിടിച്ചു. ഒരു പുരോഗമനമായി. ഇന്ന് ബൂർഷാസി പിന്തിരിപ്പനാണ്. അവരെ മാറ്റണം. ബൂർഷാസിയുടെ പതനവും തൊഴിലാളി വർഗത്തിന്റെ വിജയം ഒന്നുപോലെ അനിവാര്യമാണെന്നൊരു വാചകം മാനിഫെസ്റ്റോടെ അവസാനം. എത്ര പേര് വായിച്ചിട്ടുണ്ട്? കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, പഠിക്കണം. പഠിച്ചിട്ട് പറയാത്തോണ്ടാ വോട്ട് ഇടാത്തത്. വേറെ പോയി അന്വേഷിക്കണ്ട. പഠിച്ചിട്ട് പറയുന്നവർക്ക് അവർ വോട്ട് ചെയ്യും. അവിടെ ഇപ്പൊ പറ്റിയ പരാജയങ്ങളൊക്കെ സ്ഥിര പരാജയമാണെന്നാലും കരുതണ്ട. അദ്ദേഹം പ്രത്യയശാസ്ത്രം പറഞ്ഞു. ഏകാധിപത്യമല്ല സോഷ്യലിസം.
പ്രോഡക്റ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് എന്നാണ് പറയുന്നത്. ലെനിൻ പറഞ്ഞത് പ്രോഡക്റ്റേറിയൻ, തൊഴിലാളി വർഗ സർവാധിപത്യം. ഇതിന്റെ അർത്ഥം എന്താ? സമൂഹത്തിൽ അധ്വാനിക്കുന്നവരാണ് മെജോറിറ്റി, ഭൂരിപക്ഷം. തൊഴിലാളികൾ, കൃഷിക്കാർ, ഇടത്തരക്കാർ, അങ്ങനെ അധ്വാനിക്കുന്നവരാണ് മെജോറിറ്റി. ഒരു ചെറിയ ഭാഗയോട് അധ്വാനിക്കുന്ന ചൂഷകന്മാർ, ഗണ്യമാർ, മുതലാളിമാർ, ചെറിയ 10%.